ഹലോ, വെൽക്കം ടു ആർഎസ് ആസ്ട്രോലൈവ്. വൃശ്ചിക രാശിക്ക് വേണ്ടിയിട്ടൊരു റീഡിംഗ് ആണ്. നിങ്ങൾ 7 ഓഫ് വാൺസ് റിവേഴ്സ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനുള്ള സമയമാണ്. എന്തൊക്കെയോ തടസ്സങ്ങൾ ജീവിതത്തിലുള്ള പോലെ അതിനെ നേരിടാൻ നിങ്ങൾക്കിപ്പോൾ ഒരു വേണ്ട ധൈര്യം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. നിങ്ങൾക്ക് വേണ്ട ധൈര്യമില്ല. നിങ്ങളെ ഒബ്ജക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി സ്ഥലത്ത് നമുക്കെതിരെ പാര വെക്കുന്നവർ ഇഷ്ടം പോലെ കാണാം. അവർക്കെതിരെ ഒരു പ്രൂഫ് കൊടുക്കാനോ അവർക്കെതിരെ സംസാരിക്കാനോ നിങ്ങൾക്കൊരു പോരായ്മയുണ്ട്. ഇപ്പോൾ ഒരു ധൈര്യമില്ലായ്മ, അതാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എതിരിടേണ്ട കാര്യങ്ങളിൽ ഒരു ധൈര്യം ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. കിങ് ഓഫ് സ്പോർട്സ്, ശരിയായ വഴിയെ ചിന്തിക്കാൻ നിങ്ങൾക്ക് ആവുന്നില്ല. നിങ്ങളെല്ലാം കൊണ്ടും മാനസികമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. വേണ്ട സമയത്ത് വേണ്ടത് പ്രവർത്തിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കാതിരിക്കുന്ന അവസ്ഥ. ചിന്തിക്കാനും വേണ്ടതുപോലെ ചെയ്യാനും നിങ്ങൾക്കിപ്പോൾ കഴിവില്ലാത്തൊരു സന്ദർഭമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എന്തുകൊണ്ടോ നിങ്ങൾ സ്റ്റക്കാണ്. അതെന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. ലവേഴ്സ് കാർഡ് എത്തിയിട്ടുണ്ട്. മേ ബി നിങ്ങൾക്ക് ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇമോഷണലൊരു ഡ്രെയിനേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാവാം നിങ്ങൾ പൊതുവെ ഒരു ആകെ ലെസ്സി മൂഡിലായിരുന്നു, അല്ലെങ്കിൽ ഒരു ധൈര്യം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഒരു ലവേഴ്സ് കാർഡ് കിട്ടുന്നുണ്ട്. മേ ബി നിങ്ങളുടെ വൈഫായിട്ടോ അല്ലെങ്കിൽ ലവറായിട്ടോ ഒരു പിണക്കമോ കാര്യങ്ങളോ ഇമോഷണലായിട്ടൊരു പ്രയാസമുള്ള സമയം ഉണ്ടായിരുന്നത് കൊണ്ടാവാം നിങ്ങൾ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ജോലിയില്ലാതെ ബാധിക്കുന്നു, ജീവിതത്തിലെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. ഇപ്പോൾ ലവേഴ്സ് കാർഡ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിങ്ങളുടെ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ഉണ്ടാകുന്നു. നിങ്ങളുടെ പങ്കാളിയുമായിട്ട് വീണ്ടും ഒത്തുചേരുന്നു. നിങ്ങളുടെ പിണക്കങ്ങളും ഒക്കെ മാറി വീണ്ടും മുന്നോട്ട് സന്തോഷമായിട്ട് പോകുന്നു. അതല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ഓഫർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടാനും വഴിയുണ്ട്. ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നവർ, പങ്കാളിയെ തേടുന്നവരാണെങ്കിൽ. ജഡ്ജസ്, ഗ്രോത്തിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റക്നെസ് മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനിയിപ്പോൾ വിജയത്തിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. എന്താണ് സോൾ പറയുന്നതെന്ന് നോക്കാം. ഇന്നർ ഹാർമണി, മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ വയ്ക്കുക, മനസ്സിനെ ഏകാഗ്രമാക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. ഡെയിലി മെഡിറ്റേഷനിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും മനസ്സിനകത്ത് സന്തോഷത്തെ നമുക്ക് നിറയ്ക്കാനും കഴിയും. ഹൈ വൈബ്രേഷൻ സെൽഫ് വർത്ത്, സ്വയം അവനവനെ മാനിക്കുക. ആദ്യം നമ്മളെ എന്നോട്ട് റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങുന്നു, അന്ന് മുതലേ മറ്റുള്ളവർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. ഹീലിംഗ് അൺവർത്തിനെസ് എക്സ്പെക്റ്റേഷൻ, ആവശ്യത്തിലധികം എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുക, സ്വയം വാല്യൂ ചെയ്യുക. അപ്പം സ്വയം വാല്യൂ ചെയ്യുന്ന അത്യാവശ്യം. ഡോർ ടു വാല്യൂ കാരണം സ്വയം വാല്യൂ, അവനവൻ്റെ വാല്യൂ തിരിച്ചറിയുക അത്യാവശ്യമാണ് അതിപ്പോൾ.